ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുറച്ച് കോളിഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടൊരു ഡിഷ്, വെജിറ്റേറിയൻ ഡിഷ്. ഞങ്ങളുടെ ചാനലിൽ എപ്പോഴും ചിക്കനും ബീഫൊക്കെയാണ് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കോളിഫ്ലവർ. എന്നാൽ പിന്നെ അത് വെച്ചൊരു വെജിറ്റേറിയൻ ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം പക്ഷേ ഇത് രാവിലെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഉച്ചത്തേക്ക് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഹരീഷ്മ പറഞ്ഞ് എന്നാൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂടെ ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ആവും, വീഡിയോ ആവുമല്ലോ എന്ന് ഓർത്ത് രാവിലെ തന്നെ പരിപാടി തുടങ്ങിയേക്കുവാണ്. അപ്പം എന്ത് നമ്മൾ കുറച്ച് കോളിഫ്ലവർ, കിട്ടിയ കോളിഫ്ലവർ എടുത്ത് അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അപ്പം അതിൻ്റെ അണുക്കളൊക്കെ കളഞ്ഞ് അതിനകത്തുള്ളതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുക്കിങ്ങിലോട്ട് കിടക്കാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? പിന്നെ ഇതിന്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മള് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന സാധനമാണ് ഈ സാധനം. ഫസ്റ്റ് ടൈം ആണ് നമ്മള് ഇവിടെ വീഡിയോയ്ക്ക് അല്ലാണ്ട് ട്രൈ ചെയ്തിട്ടില്ല. ഉണ്ടോ? അപ്പം നമ്മള് പക്ഷെ അതെനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും നമ്മൾ ഇതിന്റെ പേര് അവസാനം റിവീൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം അവസാനം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യ സ്റ്റെപ്പ് നമ്മൾ കോളിഫ്ലവറിനെ വേവിച്ചെടുക്കാൻ പോവാണ്. അത് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് അതിൻ്റെ അണുക്കളൊക്കെ കളഞ്ഞതാണ്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് കോളിഫ്ലവർ എല്ലാം വാരിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പിട്ടാലേ കോളിഫ്ലവറിൽ ഉപ്പ് പിടിക്കുന്നത്, കറിക്കകത്ത് തേങ്ങ പിടിക്കത്തില്ല. ഹരീഷ്മ ടിപ്സ് ഇളക്കി. ഓക്കെ, അപ്പം അത് വേഗട്ടെ. ആ ടൈമിൽ നമുക്ക് അതിൻ്റെ ഗ്രേവി സെറ്റാക്കി എടുക്കണം. ഗ്രേവിക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറയുമ്പോൾ സവോള അരിഞ്ഞത്, പിന്നെ എന്തോരം തക്കാളി എടുത്തു? ഒരു ചെറിയ തക്കാളി, അര പീസോ എന്തെങ്കിലും. പിന്നെ തക്കാളി ഒരെണ്ണമൊക്കെ എടുക്കാം, ഞാൻ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു കറിവേപ്പില. അപ്പോൾ ഇത് നമുക്കൊന്ന് വാട്ടി ഗ്രേവി പരുവത്തിലാക്കി എടുക്കാം. ഒരു മണ്ടത്തരം കാണിച്ചു. ആദ്യം പെരുംജീരകം പൊട്ടിക്കണായിരുന്നു, വീഡിയോ എടുക്കണ ശ്രദ്ധയിൽ അത് നടന്നില്ല. അപ്പോൾ ഇത് അടുപ്പോട്ട് എണ്ണ വെച്ച് നമുക്ക് കുറച്ച് പെരുംജീരകം പൊട്ടിച്ചെടുക്കാം. അപ്പം പെരുംജീരകം പൊട്ടിച്ചു. അതിന് മുമ്പ് ആദ്യം പെരുംജീരകം പൊട്ടിക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളോട് ഇടാൻ പോവാണ്. പച്ചമുളക്, വേപ്പില അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ബാക്കി ഐറ്റംസ് കൂടി ഇട്ട് വാട്ടിയെടുക്കണം. തക്കാളി വേണേൽ പേസ്റ്റ് ആയിട്ട് ഇടാം, ഞാൻ അരിഞ്ഞാ ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം നല്ലവണ്ണം വാടി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവറും വെള്ളി രാവിലെ ഭക്ഷണം കഴിക്കാത്തതിന്റെ വെള്ളിയാണ്. അപ്പം കോളിഫ്ലവറും വെന്തിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് വെള്ളം ഊറ്റിയിട്ട് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യണം. മസാല ഇടാണ്ട് വെള്ളം ആദ്യം ഞാൻ ഊറ്റി എടുത്തിട്ട് വരാം. മസാല ഇടാം. അപ്പൊ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ. പിന്നെ ഗരം മസാല എടുക്കാം. ഗരം മസാല ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് എടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ. ഇതിപ്പോൾ ടീസ്പൂണുള്ളതൊന്നുമില്ല, ഞാൻ ചുമ്മാ കുടഞ്ഞിടുവാണ്. ആവശ്യമുള്ള കുടച്ചിട്ടോണം.
പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഒരു 1/4 ടീസ്പൂൺ. മഞ്ഞൾ ഇത് ലാസ്റ്റ് ആയിട്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മളിപ്പോ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മള് കോളിഫ്ലവർ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. പിന്നെ ഒത്തിരി ചാറായിട്ട് എടുക്കുന്നില്ല, ഒരു റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. രണ്ടും നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുമ്പോൾ മിക്സ് ആവും. മസാലയൊക്കെ രണ്ടിലും കൂടി പിടിക്കും. രണ്ടിലല്ല, കോളിഫ്ലവറെ പിടിക്കും. അപ്പം നമ്മുടെ കോളിഫ്ലവർ അവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കഴിക്കാൻ പോകുന്നത് ദോശയാണ്. ചൂടായ നമുക്ക് വേണ്ട ദോശ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ചാറൊക്കെ നല്ലോണം വലിഞ്ഞ് റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ദോശയായി. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കോളിഫ്ലവർ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കുഴപ്പമില്ല, അത് ചൂടുണ്ടാവും. കറക്റ്റ് ടേസ്റ്റ് ആകുമ്പോൾ ചാറ് ടേസ്റ്റ് ഉണ്ട്. ചാർപ്പം തൊട്ട് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട്. കോളിഫ്ലവർ ഒത്തിരി കൂടി വേഗമായിരുന്നു എന്നൊരു ഡൗട്ട്. ഞാൻ അതിലോട്ട് ചൂട് മസാലകൾ പിടിക്കാനുണ്ട്. മസാല അതിനകത്തോട്ട് പിടിക്കാനുണ്ടോ? ചിലപ്പോൾ 20 കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. എന്തായാലും നമ്മുടെ ടേസ്റ്റ് ഉണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളൊരു ചൂട് പ്രതീക്ഷിച്ച് ചൂട് ടേസ്റ്റ് ഉണ്ട്. ഒരു ചിക്കൻ കറി ഒക്കെ കഴിക്കുന്ന ഓർത്തത്, പക്ഷെ നടന്നില്ല. ആരും തരക്കേടില്ല. ഒന്നും കൂടി തോന്നണം, ദോശയായിട്ടുള്ള കോമ്പിനേഷനേക്കാളും നല്ലത് അപ്പം അല്ലേ. ദോശയ്ക്ക് ഒരു പുളിപ്പൊക്കെ. എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തീർന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചത്തെ ഊണും കൂടി ഒരുമിച്ച് കഴിക്കാതെ മണി 9:30. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അത് എരിവുണ്ടോന്ന് തോന്നുന്നു. അത് ചൂടിന്റെ എരിവിന്റെയാണ് ഇങ്ങനെ വലിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. GoPro സ്റ്റോപ്പ് റെക്കോർഡിംഗ്.